ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഹെയർ കെയർ ടിപ്പാണ്. അപ്പോൾ നമ്മളെ ദൈവം സഹായിച്ച് വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ അലോവേര ഉണ്ട്, കാലങ്ങളായിട്ടുണ്ട്, അച്ഛൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അലോവേര നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇത് എല്ലാവരുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും സെറ്റായിന്ന് വരില്ല. നോർമലി എല്ലാ ഹെയറിന് സെറ്റാവും, സ്കിന്നിന് ചിലപ്പോൾ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സിസ്റ്ററിന് തന്നെ അങ്ങനെ ഇഷ്യൂ ഉണ്ട്. എൻ്റെ സിസ്റ്റർ അലോവേര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് സ്കിന്ന് ഡള്ളാവുന്ന പോലെയും അതുപോലെ പിമ്പിൾസ് വരുന്ന പോലെയൊക്കെ ഫീൽ ആവാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ് എൻ്റെ സ്കിൻ പ്രോബ്ലംസിനും അതുപോലെ തന്നെ ഹെയർ പ്രോബ്ലംസിനൊക്കെ. നന്നായി ഡാൻഡ്രഫൊക്കെ വരുമ്പോൾ ഒരു വൺ ഡേ ഇതുപോലെ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് അലോവേര യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലപോലെ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഹെയർ ഗ്രോത്തിനും എഫക്റ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ഒരു 2-3 തണ്ട് പൊട്ടിച്ചിട്ട് അത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലിട്ടിട്ട് മിക്സിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും ഫുൾ ലെങ്ത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് പച്ചവെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഷാമ്പു ചെയ്യുക. നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാത്ത ഹെയറിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് അറിയും. കാരണം ഞാൻ എൻ്റെ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന സാധനം അലോവേര തന്നെയാണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി കുറച്ച് വേവി ആയിട്ടുള്ള ഹെയറാണ്, എന്നാൽ പക്ക സ്ട്രെയിറ്റും അല്ല. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ സ്പായൊക്കെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് സിൽക്കി സ്മൂത്തായിട്ട് ഹെയർ കിടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ എനിക്ക് ഡാൻഡ്രഫൊക്കെ നന്നായിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 2-3 തുളസിയുടെ ഇലയും കൂടെ ഇടാറുണ്ട്. അത് കൂടെ അരയ്ക്കുമ്പോൾ എന്നിട്ട് അരച്ചത് അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുക. പിന്നെ എൻ്റെ ഐബ്രോസിൽ നന്നായിട്ട് താരം വന്നിട്ട് ഐബ്രോസ് കൊഴിയുന്ന പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഈ തലയിൽ തേക്കുമ്പോൾ തന്നെ കുറച്ചെടുത്തിട്ട് ഐബ്രോസിലും അപ്ലൈ ചെയ്യും. ഇതിപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോട്ടോക്സ് ചെയ്യുമ്പോൾ അവർ തന്ന ഷാമ്പുവും കണ്ടീഷണറും ഉണ്ട്, അത് രണ്ടും യൂസ് ചെയ്തു. അതിന് ശേഷം മുടി നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് കോംബ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സെറം, ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രീക്സിൻ്റെ സെറാണ്. ആ സെറം ഒരു 3 ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ആഫ്റ്റർ കെയർ എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ ഹെയർ ഫോൾ ക്വാണ്ടിറ്റിയും. അപ്പോൾ നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതിരിക്കുക, വെർജിൻ ഹെയർ കീപ്പ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നല്ലത്. അല്ലാതെ നമ്മൾ ഹെയർ കെയറിൽ മടി കാണിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പണി കിട്ടും, പറഞ്ഞാൽ നന്നായിട്ട് പണി കിട്ടും. ഹെയർ ഫോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും. കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ഒക്കെ ആണെങ്കിലും ചെറിയ പ്രായം തൊട്ട് തന്നെ എനിക്ക് അതിനോടൊക്കെ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു ടൈപ്പാണ് ഞാൻ. അതുപോലെ തന്നെ മേക്കപ്പ് ആണെങ്കിലും അതിനോടൊക്കെ നന്നായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ടാസ്ക് ഇല്ല. സോ ഈ റെമഡി യൂസ് ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക ആൻഡ് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം.